ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഇൻഫ്ലുവൻസാലെ രണ്ടുപേരും ഒരു ഡിസ്റ്റൻസിൽ ആണ്, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഉള്ള ഒരു സെപ്പറേഷനിലാണ് എന്നൊക്കെയാണ് കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ അവർക്ക് അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അവർക്ക് മുന്നിൽ ഒരുപാട് വഴികൾ തെളിയുന്നുണ്ട് എങ്കിലും അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തടസ്സങ്ങളും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഏത് ഭാഗത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നവർക്ക് അറിയുന്നില്ല. അവർക്ക് എന്ത് ആണ് ചെയ്യേണ്ടത്, എവിടെയാണ് തുടങ്ങേണ്ടത്, അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അവർ നേരിടുന്നുവെന്ന് ആദ്യമേ നമുക്ക് കാണുന്നുണ്ട്. ഈ ഓരോ വഴികളും അടയുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ചലഞ്ചസ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സമയം കൂടിയാണ്. ആൻഡ് സ്പിരിച്വലി ചേഞ്ച് ആവുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഫിനാൻഷ്യലി കുറച്ച് ഈ വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവാം. ഇതിനോടെല്ലാം തന്നെ, ഈ സാഹചര്യങ്ങളോടെല്ലാം തന്നെ അവർ പൊരുതുന്നുണ്ട്. അതിശക്തമായിട്ട് തന്നെ അതിനെ ഒപ്പോസിറ്റ് ചെയ്യാനും ഈ വ്യക്തികൾ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഒരു സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് എന്തൊക്കെ നേടിയിട്ടും അവർക്കൊരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സിറ്റുവേഷനിൽ വലിയ രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് അവർക്ക് ഫീൽ ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ചക്രയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. സോ ആ വ്യക്തിക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഉള്ള സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരണം, റിലേഷൻഷിപ്പ് നോർമൽ ആകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അവരൊരുപാട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളറിയാതെ സീക്രട്ടായിട്ട് ഇപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും മനസ്സിലാക്കാം. അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിയുന്നില്ല. ഒരുപാട് തരത്തിൽ നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ കോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ ആണെന്നുണ്ടെങ്കിലും അവർ മറ്റൊരു പാത്ത് ചൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ മറ്റൊരു പാത്തിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടാവാം. നിങ്ങളോടുള്ള പ്രണയം ഈ വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതായത് സൂക്ഷിക്കുന്നുണ്ട്. അത്രയും പെർഫെക്ഷനോട് കൂടി തന്നെ അവർ നിങ്ങളെ ഇതിവിടെ ഓർക്കുന്നുണ്ട്. അതുപോലെ ആ പ്രണയം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കാം. ആൻഡ് അതിന് ഒരു കൺഫർമേഷനാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അത്രയും സ്ട്രഗിളിൻ്റെ ഇടയിലും അവർ നിങ്ങളെ കെയർ ചെയ്യുന്നു, നിങ്ങൾക്കൊരു അറ്റൻഷൻ നൽകുന്നു, നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. ഇതൊക്കെ ഒരു അപ്രീസിയേഷൻ വേണ്ടി, അതായത് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടുന്നതായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പേഴ്സണ്. കാരണം ഒരിക്കലും ഒരു വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വെല്ലുവിളി നേരിടുന്ന സാഹചര്യം വരുമ്പോൾ അവരങ്ങോട്ടേക്ക്
തിരിഞ്ഞ് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ശ്രമിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയല്ല. ആ സ്ട്രഗിളിനോട് ഫൈറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെയും കെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ടുള്ള സമയവും ആ വ്യക്തി കണ്ടെത്തുന്നുണ്ട്. ഓക്കെ. ആൻഡ് അവരുടെ മനസ്സുകൊണ്ട് എപ്പോഴും അവരുടെ നിങ്ങളുടെ അരികിലായിട്ട് തന്നെയാണ് അവർ സങ്കല്പിക്കുന്നത്. എല്ലാ ബ്ലെസ്സിങ്സും, യൂണിവേഴ്സിൻ്റെ എല്ലാ ബ്ലെസ്സിങ്സും ഉള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആർക്കേഞ്ചൽ മിഖായലാണ് വന്നിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ നിമിഷം എന്തൊക്കെയാണോ പോസിറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനും തയ്യാറെടുത്തുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരിക്കാം. ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർ തീർച്ചയായിട്ടും എന്ത് സാഹചര്യമാണെങ്കിലും അതിനെ നേരിടാം എന്നുള്ളൊരു കോൺഫിഡൻറ്റോട് കൂടി നിൽക്കുന്നതായിട്ടും ആ ഒരു സാഹചര്യത്തിലാണെന്നുള്ളതും കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ള സെപ്പറേഷന് കാരണമെങ്കിൽ ഈ വ്യക്തി അതിനെല്ലാമുള്ള പരിഹാരം കണ്ടെത്തുന്നുണ്ട്. അവർക്കറിയാം ഈ ലൈഫിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന്. സോ ഇനി ഒരിക്കലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഓക്കെ, ചേഞ്ചസ് ആണ് നമുക്കിവിടെ കാണിക്കുന്നത്. അത്രയും നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി എന്താണോ തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. സോ നിങ്ങൾ വളരെയധികം അലേർട്ടായിട്ടിരിക്കുക. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ നമുക്ക് ചെറിയ ചെറിയ സമയങ്ങളിലാണ് ഈ ഒരു ബ്ലെസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ റീഡിങ് കേൾക്കുന്ന മാത്രമേ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒത്തിരി പേർക്കും എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പോസിറ്റീവായിട്ട് പറയേണ്ടത് എന്ന് അറിയുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു അസുഖം ബാധിച്ചിരിക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എൻ്റെ രോഗം മാറ്റിത്തരണമേ എന്നല്ല. എൻ്റെ രോഗം എന്ന് പറയുന്ന ആ രോഗം എന്നുള്ള വാക്ക് തന്നെ ആയിരിക്കും അവിടെ നമുക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. സോ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ ഒരു രോഗം അവിടെ നിലനിൽക്കും അല്ലെങ്കിൽ അത് കുറയാത്തതായിട്ട് വന്നു ചേരും. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. സോ നിങ്ങൾ പറയേണ്ടത് എനിക്ക് സുഖമായതിന് നന്ദി, എനിക്ക് നല്ല ആരോഗ്യം കിട്ടിയതിന് നന്ദി. ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കും. നമ്മളെപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോ കാര്യങ്ങളിലും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.